ഇതുപോലെ പുലി പിടിച്ച കഴുത്ത് പിടിച്ച ആരായിരുന്നു സമാനം പറയാ? ഇവരെയൊക്കെ സംരക്ഷിച്ച് ഇവർക്കൊക്കെ വോട്ട് ചെയ്ത് ഇവരെ ജയിപ്പിച്ചിട്ട് ഇവരെന്താ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ നാട്ടിൽ എത്ര പട്ടികളെയും പൂച്ചകളെയും എല്ലാ ഉപദ്രവങ്ങളും ഇപ്പം ഇത്ര കാലമായിട്ട് നടക്കുക. ഇത് കണ്ടോ ഈ അവസ്ഥ? ഈ ആദ്യത്തെ സൈറ്റ് കണ്ട ഉടനെ തന്നെ അവരെ വീട്ടിൽ പശു വളർത്തലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ലൈറ്റ് ഇട്ടിരുന്നു. അപ്പൊ 2 നായ്ക്കൾ അവിടെ സ്ഥിരമായിട്ട് അവരെ വീട്ടിലുണ്ട്. ഇതുങ്ങളെന്താ മുരണ്ട ഓടുന്നത് കണ്ടപ്പോഴാണ് ഇവര് ശ്രദ്ധിക്കുന്നത്. നോക്കുമ്പോണ്ട് ഈ ജനലിന്റെ താഴെ ഭാഗത്ത് മുറ്റത്തായിട്ട് പുലി നിൽക്കുന്നത്. ഇപ്പൊ അതിനുശേഷം അവൻ കാറും കൊണ്ട് വരുമ്പോ ശ്മശാനത്തുനിന്ന് പുലി പോകുന്നതായിട്ട് 10:55 3 പ്രാവശ്യം കണ്ടു. രാവിലെ പുലർച്ചെ 5 മണിക്കൊക്കെ ഞങ്ങൾ വ്യായാമം ചെയ്ത് നടക്കുന്ന ഈവനിങ് വാക്ക് ഉണ്ട്, അതുപോലെ തന്നെ മോർണിംഗ് വാക്കും ഉണ്ട്. ഈ രീതിയിലൊന്നും ഞങ്ങൾക്ക് നടക്കാൻ ധൈര്യമായിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. എവിടെ നിന്നാണ് പുലിയോ കടുവോ ചാടി വരുന്നതെന്ന് അറിയാത്തൊരവസ്ഥയാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ജനങ്ങളെ സംരക്ഷിക്കുക. ഇവരൊക്കെ ജനമാണ് ഏറ്റവും വലുത്. അവരുണ്ടായിട്ടില്ലേ മൃഗങ്ങളൊക്കെ? ഈ മൃഗങ്ങളെ സംരക്ഷിക്കുക മാത്രം ഇവരിക്കണേ, ജനങ്ങളെ സംരക്ഷിക്കണം. ഇപ്പം എന്താ ഈ സ്ഥിതി? വീടിൻ്റെ മുറ്റത്തും വീട്ടിലും വന്ന് പുലിയും ഒക്കെ ചാടിക്കയറി കൊല്ലുക എന്ന് പറയുന്നത്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ചെറുമാട് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഈ ഒരു പ്രദേശത്ത് ഇന്ന് രാവിലെ ഒരു വീട്ടിൽ ഒരു വളർത്തു നായയെ പുലി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തികഞ്ഞ ജനവാസ മേഖലയാണ്. അപ്പോൾ ഏതായാലും അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. നമുക്ക് ഏതായാലും ആ ഒരു പ്രദേശത്തേക്ക് തന്നെ പോകാം കേട്ടോ. പേരെങ്ങനെയാണ്? രാജൻ. ഈ ഒരു സ്ഥലം ചെറുമാട് അല്ലേ? ഇത് പഞ്ചായത്ത് ഏതാ? നെന്മേനി പഞ്ചായത്ത്. ഇതെന്താ സംഭവം? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുമാർ ഒരു 1.5 മാസം മുന്നേ രാത്രിയിൽ ഒരു ബൈക്ക് യാത്രികൻ അവിടുന്ന് പുലി ക്രോസ് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പം തന്നെ നമ്മൾ ഈ പ്രദേശത്ത് ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഫോറസ്റ്റുകാരെയും പോലീസിനെയും വിവരം അറിയിച്ചു. അവർ രാത്രി വന്നു. അപ്പം ഈ മഴയുള്ള സമയമായതുകൊണ്ട് കാൽപ്പാടുകളൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ള സുബനാർ ജോഷി എന്ന് പറയുന്ന അവരുടെ വീടിൻ്റെ അടുത്ത് മുറ്റത്ത് പുലി നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പം ഈ ആദ്യത്തെ സൈറ്റ് കണ്ട ഉടനെ തന്നെ അവരെ വീട്ടിൽ പശു വളർത്തലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ലൈറ്റ് ഇട്ടിരുന്നു. അപ്പൊ 2 നായ്ക്കൾ അവിടെ സ്ഥിരമായിട്ട് അവരെ വീട്ടിലുണ്ട്. ഇതുങ്ങളെന്താ മുരണ്ട ഓടുന്നത് കണ്ടപ്പോഴാണ് ഇവര് ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഈ സുനാർ ജോഷിന്റെ ഭാര്യ ജനൽ തുറന്നിട്ടിരുന്നു. നോക്കുമ്പോണ്ട് ഈ ജനലിന്റെ താഴെ ഭാഗത്ത് മുറ്റത്തായിട്ട് പുലി നിൽക്കുന്നത്. അപ്പോഴും നമ്മൾ ഈ വിവരം പിന്നെ ഫോറസ്റ്റുകാരെ ഇവരെ അറിയിച്ചു. ഇപ്പൊ അതിനുശേഷം പിന്നെ ഉണ്ടായ സംഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം മുന്നേ നമ്മളെ ബത്തേരി എസ് ഭാരതിൽ ജോലി ചെയ്യുന്ന ഒരു സുരേഷ് എന്ന് പറയുന്ന പയ്യനുണ്ട്. അവൻ കാറും കൊണ്ട് വരുമ്പോൾ നമ്മളെ ശ്മശാനത്തുനിന്ന് ഇങ്ങോട്ട് താഴെ ഭാഗത്തേക്ക് വനിതാ സാംസ്കാരിക നിലയത്തിന്റെ ഭാഗത്തേക്ക് പുലി പോകുന്നതായിട്ട് 10:55 ഈ അടുത്ത കാലത്ത് കുറെ പ്രാവശ്യം 3 പ്രാവശ്യം കണ്ടു. അപ്പം ഇതാ ഇവിടെ ഈ ഭാഗത്ത് ഇത് പുലി കയറി പോയിട്ടുള്ള സൈറ്റാണ് എന്നാണ് അവര് ഫോറസ്റ്റുകാർ വന്നപ്പം നമ്മളോട് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഈ കാണുന്നല്ലേ? ഇത് അതേപോലെ തന്നെ ഇതിന്റെ തൊട്ടടുത്ത് ഇത് ശ്മശാനാണ്, പഞ്ചായത്തിന്റെ പൊതു ശ്മശാനം. ഇവിടെയുള്ള വിഷയം എന്താന്ന് ചോദിച്ചാല് പിന്നെ നമ്മളുടെ ആദിവാസി കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു LP സ്കൂളുണ്ട്, ഗവൺമെന്റ് LP സ്കൂള്. അതിന്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറഞ്ഞാൽ പക്ക ഓപ്പണാ. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഈ കുട്ടികളൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനും പിന്നെ വിടുന്ന സമയത്തോ എന്തെങ്കിലും ഒരു ടീച്ചേഴ്സിന്റെ എപ്പോഴും ഉണ്ട്, അവരെ കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളിവിടെ പഞ്ചായത്ത് മെമ്പറിനെ, വാർഡ് മെമ്പർ അവരൊക്കെ ആക്റ്റീവാണ്. ഫോറസ്റ്റുകാർ വിളിക്കുമ്പോൾ അവർ വരുന്നുണ്ട്. പക്ഷെ ഇന്നലെ രാത്രി ഇവിടെ ഒരു ചൂട്ടുംപുലി ശശി എന്ന് പറയുന്ന ആളുടെ സഹോദരൻ പ്രദീപിന്റെ വീട്ടിൽ ഉള്ള നായിനെ പിടിച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ട് മുന്നേ അവിടെ തന്നെയുള്ള ഒരു മുൻ പഞ്ചായത്ത് മെമ്പർ പിന്നെ ക്രിസ്വാസ് എന്ന് പറയുന്ന പുള്ളീന്റെ വീട്ടിലെ നായനെ കെട്ടിയിട്ട നായന. ഇതൊക്കെ കെട്ടിയിട്ട നായ്ക്കളാ. ഇത് നിങ്ങളെ 3 സ്ഥലത്തു നിന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നിപ്പോൾ അവർ ഫോറസ്റ്റുകാർ RRT ടീം ഉൾപ്പെടെയുള്ള ടീമുകൾ വന്നിട്ട് അവിടെ ക്യാമറ വെച്ച് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടിയന്തരമായിട്ട് ഈ ഭാഗത്ത് കൂട് വെച്ച്, കാരണം എന്തെങ്കിലും ഒരു മനുഷ്യജീവനോ അല്ലെങ്കിൽ ഒരു പശുക്കള് കാര്യങ്ങള് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് പിന്നെ ഇവിടെ ഒരു സമരവും പ്രശ്നം ഉണ്ടാവുന്നതിനേക്കാൾ നല്ലത് ഇതിനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. പട്ടിയെ പിടിച്ച സ്ഥലം ഇവിടുന്ന് നമുക്ക് വീടിന് അങ്ങോട്ട് പോവാം. ഇവിടുന്നാണ് ക്രോസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഭാഗത്തുനിന്ന് ഇവിടെയൊക്കെ കണ്ടില്ലേ ആളുകളുടെ പശുക്കള്. പിന്നെ ഇവിടെ താഴെയുള്ള ഷാജിന്റെ വീട് വരെ പോയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ പശുക്കളൊക്കെ ഉള്ള ഏരിയ ആണ്. ഇത് പഞ്ചായത്തിന്റെ അണ്ടറിലുള്ള പൊതു ശ്മശാനാണ്. പക്ഷെ ഇവിടെ ഈ ചെട്ടി സമുദായത്തിൽപ്പെട്ടവരും പിന്നെ പണിയ സമുദായത്തിൽപ്പെട്ടവരും ആണ് ഇതിന്റെ കൈവശക്കാരിപ്പോ.
റോഡ് ഇങ്ങനെ നേരെ പോകുന്നത് എങ്ങോട്ടാ? ഇത് നേരെ മാടക്കരയ്ക്ക് പോകും, അമ്പലവല്ലിക്ക് പോകും, പിന്നെ കോളിയാടിക്ക് പോയിട്ട് ബത്തേരിക്ക് പോകും. അങ്ങനെയാണ് ഇതിന്റെ. രാവിലെ RRTന്റെ ടീം, മേപ്പാടിയിൽ നിന്നുള്ള ടീം, പഴൂരിൽ നിന്നുള്ള ടീമൊക്കെ വിളിക്കുമ്പോൾ അവർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ വരികയെന്ന് പറഞ്ഞാൽ ഈ പുലിൻ്റെ ഒരു ശല്യം ഇപ്പം ഈ ലൊക്കേഷനിൽ ചീരാല്, പിന്നെ അതേപോലെ നമ്മളുടെ നമ്പ്യാരൂന്ന്, കൊഴുവണ, ഈ പ്രദേശം എല്ലാ ഭാഗത്തും ഇപ്പോൾ ഇതിൻ്റെ സൈറ്റിംഗ് ഉണ്ട്. ഇവിടെ തൊട്ടടുത്ത് നമ്മൾ ആ പശുവിനെ ഞാൻ കാണിച്ചു തന്നില്ലേ, അതിന്റെ തൊട്ടപ്പുറത്ത് വേളങ്കോട് എസ്റ്റേറ്റാ. ഇതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് വേളങ്കോട് എസ്റ്റേറ്റ് ആണെന്നാണ് അവർ GPS പ്രകാരം പറയുന്നത്. ആ കൂട്ടിലെ കെട്ടിയ നായിനെയാണ് ഇപ്പം ഇന്ന് രാവിലെ നോക്കുമ്പോൾ കാണാതെ ആയത്. കൂട് മൊത്തം പൊളിച്ചല്ല? അല്ല, കൂട് പൊളിച്ചല്ല, കൂടിന്റെ ഏകദേശം. പക്ഷെ ചങ്ങല ഉണ്ടായിരുന്നു, ചങ്ങലയെന്നാണ് അത് മറ്റേ ഇത് കണ്ടില്ലേ ഇവര് കൊണ്ടുപോയത്. ഷാജി ഇതിലെ പോവല്ലേ? അല്ല, ഏതാ എളുപ്പം? ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ശശിധരൻ. ഓക്കെ. ഇത് എപ്പോഴാണ് സംഭവം നടന്നത്? ഇത് വെളുപ്പംകാലത്ത്. വെളുപ്പംകാലത്തല്ലേ? നിങ്ങൾ ഒച്ച കേൾക്കുന്നുണ്ടല്ലേ? ഇല്ലല്ല, കേട്ടില്ല. അപ്പൊ ഇവരെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഇവൻ രാവിലെ എൻ്റെ അനിയനെ വീടത് എൻ്റെ മേലെ വീടുക്കാണ്. ഞാൻ റിട്ടയർഡ് ആർമി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവൻ രാവിലെ കരഞ്ഞു കുത്തിയിട്ട് മക്കളെ നോക്കണ പോലെ അതിനെ നോക്കി. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് വന്നപ്പോ ഇവൻ രാവിലെ ഞാനവിടെ വീട്ടിലിരിപ്പുണ്ട്, വേക്കുവാല് തുറന്നില്ല. അപ്പൊ ഇവൻ കരഞ്ഞ് ഭയങ്കര അവൻ ലിറ്റർ ഉണങ്ങിന് പാലും പട്ടിന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം. അങ്ങനെ കൊടുത്ത് കഴിഞ്ഞിട്ട് കരഞ്ഞു കുത്തി ഇവിടെ വന്നു, ചേട്ടാ പട്ടീനെ കൊണ്ടേ. അപ്പം നീ പേടിക്കണേ, നോക്കട്ടെ, സമാധാനപ്പെടുത്തി ഞാൻ അവിടെ പോയി നോക്കി. അപ്പം ഈ പട്ടിയെ വലിച്ച വഴി കൂടെ ഞാൻ പോയി നോക്കുമ്പോൾ എന്താ സംഭവിച്ചെന്ന് അറിയോ? ഇത് ഞാൻ റിട്ടയർമെൻറ്റ് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഫോഴ്സിനെ കുറിച്ച്. അപ്പം ഞാൻ അവിടെ പോയി ഇങ്ങനെ ഈ വലിച്ചു കൊണ്ടേ വഴി കൂടെ നടന്ന് അങ്ങനെ പോയി നോക്കും. പട്ടിയെ കിടക്കണ സ്ഥലം കണ്ടു. അപ്പോൾ ആ പട്ടി കിടക്കണ സ്ഥലം കണ്ട് ആർക്കും സഹിക്കില്ല. കുളിച്ചിട്ട് ചോര കുടിച്ചിട്ട് കൊണ്ടേ കിടത്തിരിക്കുക. അപ്പം ഞാൻ കൊണ്ടേ കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ട് പോവാം. ഇനിയിപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഒത്തിരി വീടുകളുള്ള പ്രദേശമല്ലേ ഏട്ടാ? പിന്നെ അയ്യോ, ജനവാസ മേഖല തന്നെ മാത്രമല്ലോ, ഇവിടെ ഇപ്പം നിരന്തരമായിട്ട് ഇവിടെ ഇതല്ല. ഞാനിപ്പോൾ അവർ വന്നപ്പോൾ ഫോറസ്റ്റുകാരൻ ഞാൻ പറഞ്ഞു തന്നോടായിട്ട്, ഒരു കാരണവശാലും ഒരു പട്ടിയും പൂച്ചയും ഒക്കെ കടിക്കണമല്ല എനിക്ക്. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയിലും മുഖ്യമന്ത്രിയിലും ആരും ആവട്ടെ, ഞാൻ പച്ചയ്ക്ക് പറയും, അതിനൊന്നും ഒരു പേടിയുള്ള ആളല്ല. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ജനങ്ങളെ സംരക്ഷിക്കുക. ഇവരൊക്കെ ജനമാണ് ഏറ്റവും വലുത്. അവരുണ്ടായിട്ടില്ലേ മൃഗങ്ങളൊക്കെ. ഈ മൃഗങ്ങളെ സംരക്ഷിക്കുക മാത്രം ഇവരിക്കണേ, ജനങ്ങളെ സംരക്ഷിക്കണം. ഇപ്പം എന്താ ഈ സ്ഥിതി? വീടിൻ്റെ മുറ്റത്തും വീട്ടിലും വന്ന് പുലിയും ഒക്കെ ചാടിക്കയറി കൊല്ലുക എന്ന് പറയുന്നത്. അതിന് ഒരു പ്രധാനമന്ത്രിയല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യൻ സംസ്ഥാന മുഖ്യമന്ത്രിയല്ല ഇതിന് വേണ്ട. ഇവരെയൊക്കെ നമ്മളെ ജയിച്ചു, ജനസേവകരാ. ജനം തെരഞ്ഞെടുത്ത ഇവരെ ജയിപ്പിച്ചു വിടണേ ആണോ? അപ്പൊ ഇവരെ ജയിപ്പിച്ചു വിടുമ്പോ ഇവര് ജനങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ? വീട്ടിൽ കയറിയിട്ട് പുലിയും ആനയും കടുവയൊക്കെ കടിക്കിച്ച് കൊന്നു കളയാ. എൻ്റെ കുഞ്ഞുമക്കളൊക്കെ ഇവിടെ നടക്കണ്ട്. ഇവർ സ്കൂളിൽ പോകാൻ കുഞ്ഞുമക്കളും കുട്ടികളൊക്കെ ഈ റോഡിൽ കൂടെ നടക്കണ്ട്. ആ മക്കളെയൊക്കെ കടിച്ച് പറിച്ച് കൊല്ലുക. ഇപ്പം ഈ കിടക്കണേ വീട്ടിൻ്റെ മുറ്റത്ത്. അപ്പം എൻ്റെ സഹോദരി അവിടെ പോയിട്ട് ആ പട്ടിക്ക് ചോറ് കൊടുക്കാൻ പോയിരുന്നു. ആ നേരത്തെ അതിനെ കൊണ്ടുപോകൂലേ? ഇവരെന്ത് ജനസേവരാ? ഞാനും ജനം സേവനായിരുന്നു. ഈ ലോകത്ത് ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ പോയി കണ്ടിട്ട് വന്ന ആളാ. ചേട്ടൻ മിലിറ്ററിയിലായിരുന്നല്ലോ അല്ലേ? മിലിറ്ററി എല്ലാം ഇതും പഠിച്ച ആളാ ഞാൻ. എന്ത് ഫോഴ്സിനെ കുറിച്ച് ഞാനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഇവര് നമ്മൾ ജയിപ്പിച്ചു വിടണ ജനസേവകർ എന്ന് പറയുന്ന ഈ പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും ഒക്കെ അവർ നമ്മളെ സംരക്ഷിക്കണ്ടേ?
നമ്മുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും അറിയണ്ടേ? ഈ മക്കളുടെ ദുരിതങ്ങളും അറിയണ്ടേ? അറിയണമല്ലോ. ബോഡിയുടെ അടുത്തേക്ക് ഓക്കെ. ഫോട്ടോ കിട്ടിയപ്പോൾ വെറുതെ അടിച്ച് എനിക്ക് തരാതെ ഈ ഒരു വഴിയാണ് പുലി പട്ടിയെ കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ. ഒരു മനുഷ്യനും ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ദിവസം ദിവസം പുലി, കടുവ, ഇതെന്താ മനുഷ്യരുടെ സംരക്ഷണം? ഇത് കണ്ടോ, ഓക്കെ. മനുഷ്യനില്ല സംരക്ഷണമാണ് അവർ നോക്കണേ. മൃഗമാണ്, നമ്മളെ മനുഷ്യന്മാർ ജീവിച്ചിട്ടല്ലേ അതിലും വലുതുള്ളൂ. അവർക്ക് അവരെ കൊല്ലാൻ പാടില്ല, അവരും ജീവികളാ. അതൊക്കെ സമ്മതിച്ചു. സുമതി, എന്താ ഇതിൻ്റെ അവസ്ഥ? നാളെ എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ കുടുംബങ്ങളെയോ അല്ലെങ്കിൽ വേറെ ആരെയോ ഇതുപോലെ പുലി പിടിച്ച, കഴുത്ത് പിടിച്ച ആരാ അതിന് സമാനം പറയാ? ഇവരെയൊക്കെ സംരക്ഷിച്ച് ഇവർക്കൊക്കെ വോട്ട് ചെയ്ത് ഇവരെ ജയിപ്പിച്ചിട്ട് ഇവരെന്താ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ നാട്ടിൽ എത്ര പട്ടികളെയും പൂച്ചകളെയും എല്ലാ ഉദരങ്ങളും ഇപ്പം ഇത്ര കാലമായിട്ട് നടക്കുക. ഇത് കണ്ടോ ഈ അവസ്ഥ? കുഞ്ഞു മക്കൾക്കും അവർ കുട്ടികൾക്കും ആർക്കും പഠിക്കാൻ ഈ സ്കൂളിൽ പോകാനും എത്ര കുഞ്ഞു കുട്ടികൾ ഇവിടെ ഇങ്ങനെ പോണ എത്ര കുട്ടികൾ. ആ കുട്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല. ഇവർ ജനസേവകരാന്ന് പറഞ്ഞിട്ട് ഇവർ ജനങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യണേ? എൻ്റെ പേര് കൃഷ്ണൻ. എന്താ ഇവിടുത്തെ അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പകലൊന്നും വലിയ പ്രശ്നം കാണുന്നില്ല. സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത, ഞങ്ങൾക്ക് വ്യായാമം ചെയ്യാനോ പുറത്തിറങ്ങാനോ രാവിലെ പുലർച്ചെ 5 മണിക്കൊക്കെ ഞങ്ങൾ വ്യായാമം ചെയ്ത് നടക്കുന്ന ഈവനിങ് വാക്ക് ഉണ്ട്, അതുപോലെ തന്നെ മോർണിംഗ് വാക്കും ഉണ്ട്. ഈ രീതിയിലൊന്നും ഞങ്ങൾക്ക് നടക്കാൻ ധൈര്യമായിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. എവിടെ നിന്നാണ് പുലിയോ കടുവ ചാടി വരുന്നതെന്ന് അറിയാത്തൊരവസ്ഥയാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? ഇതിന് അധികൃതരുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുകയാണ്. സത്യം പറയാൻ ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കുന്നുള്ളൊരവസ്ഥ അല്ല, മടുത്തു. അപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിൽ നല്ല രീതിയിലുള്ള ഇടപെടൽ നിർബന്ധമാണ്. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എന്താ ചെയ്യുക? കുഞ്ഞു മക്കളുണ്ട്, ചെറിയ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഈ പറഞ്ഞ മാതിരി ഞങ്ങളൊക്കെ രക്ഷിതാക്കളെ സെക്യൂരിറ്റി ആയിട്ട് പോകേണ്ട അവസ്ഥയാണ്. ഒരു സ്വതന്ത്രമായിട്ട് ആവുന്ന അവസ്ഥയല്ല. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട പോലെയാണ്. ഇവിടെ കുറച്ച് കാലങ്ങളായി നമ്പ്യാർകുന്ന് തൊട്ട് പിന്നെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പുലിയാണ്. നമ്പ്യാർകുന്ന് ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. പക്ഷെ അവിടെയും പുലിന്റെ ശല്യമുണ്ട്. ചീരാൽ ഭാഗത്തുണ്ട്. അപ്പൊ ആ പുലിയാണ്. അന്ന് കടുവ ഉണ്ടായിരുന്നു. അതാ പറഞ്ഞത്. അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങൾക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാൻ, സമാധാനത്തോടെ ജീവിക്കാൻ വലിയ പ്രയാസമുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്ന് എല്ലാ രീതിയിലുമുള്ള ഒരു സപ്പോർട്ട് ഇവിടെ മൃഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. മനുഷ്യന് യാതൊരു പരിഗണനയില്ല. ഞങ്ങൾ എന്ത് ചെയ്യുന്നൊരവസ്ഥയാണ്? ഇതല്ലേ അവസ്ഥ. വീടിന്റെ പരിസരത്ത് കൂടെ സന്ധ്യ സമയത്ത് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പുലിയല്ലാതെ മറ്റു ജീവികൾ ഏതെങ്കിലും പുലിയല്ലാതെ അയ്യോ അതിനെപ്പറ്റി പറയാനുണ്ടോ? പന്നീന്റെ ശല്യം കൊണ്ട് ഒരു കൃഷി ചെയ്ത് ജീവിക്കാൻ, ഉപജീവനം നിർത്താൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ കുരങ്ങൻ, ഈ ഇഞ്ചി നട്ടുണ്ടെങ്കിൽ കിട്ടില്ല. ഇവിടെ അടുത്ത ഫോറസ്റ്റ് പഴൂരാണ്. പഴൂർ റേഞ്ചിൽ. അത് ദൂരം ഉണ്ടല്ലോ. ദൂരം എയർ ഡിസ്റ്റൻസ് ആണ് 1.5 കിലോമീറ്റർ ഉള്ളൂ, 2 കിലോമീറ്റർ ഉള്ളൂ. റോഡിൽ കൂടെ പോകുമ്പോൾ 3-3.5 കിലോമീറ്റർ വരും. അപ്പോൾ ഞങ്ങൾക്ക് അതും പ്രയാസമുള്ള കാര്യമാണ്. ഒരു രീതിയിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് എല്ലാ ഈ പുലി ഇങ്ങനെ വന്ന് ഇവിടെ തന്നെ ഈ പ്രദേശങ്ങൾ ഇങ്ങനെ തമ്പടിച്ചേക്കുമായിരിക്കും അല്ലേ? തമ്പടിച്ചിരിക്കുകയാണ് പുലി. ഇപ്പോൾ ഇവിടെ ഒരു ചുടലയുണ്ട്, പൊതു ശ്മശാനം. ആ ശ്മശാനം വെട്ടി വൃത്തിയാക്കി വേണമെന്ന് ഞങ്ങളുടെ ആവശ്യം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ആന കയറി ഇരുന്നാൽ പോലും ഞങ്ങൾക്ക് അറിയുന്നില്ല. അപ്പോൾ ആ പഞ്ചായത്ത് അധികൃതർ ഇതിൽ ഇടപെട്ട് ഈ ശ്മശാനത്തിനെ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കണം എന്നാണ് പറയാനുള്ളത്. അതുപോലെ നമ്മളിപ്പോൾ കണ്ട ആ ഒരു പ്രദേശത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്കൂളാണിത്. ചെറുമാട് ഗവൺമെൻറ് LP സ്കൂളാണിത്. ഇവിടെ ഈ കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു പ്രദേശം. ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെയാണ് ഈ ഒരു സംഭവം, ആ പുലി പട്ടിയെ പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ട്. അതുകൊണ്ട് സ്കൂളിലുള്ള പിള്ളേർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ ഭയമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ എടുത്തു. ഇത് നമ്മളെ ചെറുമാട് ഗവൺമെൻറ് LP സ്കൂളാണ്. ഇവിടെ ആദിവാസി കുട്ടികൾ മാത്രമാണ് പഠിക്കുന്നത്. ഇതിൻ്റെ 3 വശം നമ്മൾ കമ്പിവേലിയും അതിലുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം, പടിഞ്ഞാറ് ഭാഗം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇന്നലെ നായിനെ പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗം തന്നെ ഇതിൻ്റെ തൊട്ട് പുറകിൽ. അതെ തൊട്ടപ്പുറത്ത് ആ ഭാഗത്ത് പാറക്കൂട്ടം.
അപ്പോൾ അതിൻ്റെ തൊട്ട് നേരെ പുറകിലായിട്ടുള്ള സ്ഥലം, ഇത്രയും ദൂരമേ ഉള്ളൂ സ്കൂളും ഈ ഒരു സംഭവം നടന്ന സ്ഥലമായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പം ഇന്നലെ നായിനെ പിടിച്ചിരിക്കുന്നതിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നത് ഈ സ്കൂളിൻ്റെ പുറകുവശമാണ്, ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉച്ചയ്ക്കും അല്ലെങ്കിൽ ഇടനേരമൊക്കെ ക്ലാസ് വിടുന്ന സമയത്ത് ടീച്ചേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പുലീനെ കണ്ടിട്ട് പേടിക്കുക അല്ലെങ്കിൽ പുലീൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം കേരളത്തിൽ ഉടനീളം ഉണ്ടാകും. അപ്പോൾ ഇതിന് അടിയന്തരമായിട്ട് ഫോറസ്റ്റുകാരും ബന്ധപ്പെട്ട അധികാരികളും ഇതിന് കൂടുവെച്ചും പിന്നെ മറ്റുള്ള രീതിയിലും, അതേപോലെ ഈ ഭാഗത്ത് പിന്നെ സ്കൂളിൻ്റെ അധികൃതർ ഈ ഭാഗത്ത് കമ്പിവേലി ഇടുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുത്തെങ്കിലേ ഈ കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടല്ലോ, ഇപ്പോൾ ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്ത് നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. അവർ സംസാരിച്ച് ഇച്ചിരി വൈകാരികമായിട്ടാണ് സംസാരിച്ചത്, കാരണം അവരുടെ പ്രയാസം കൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. അദ്ദേഹം ഒരു എക്സ് മിലിറ്ററിക്കാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പവർ കൂടും. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട്, കാരണം ആളുകളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയിലാണ് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഉള്ളത്. ആശാട്ടൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബുദ്ധിമുട്ടും ആ ഒരു പ്രയാസമൊക്കെയാണ് അവർ പ്രകടിപ്പിച്ചത്. കുട്ടികളടക്കമൊക്കെ സഞ്ചരിക്കുന്ന ഒരു പ്രദേശമാണ്, ജനവാസ മേഖലയാണ്. നിരന്തരമായിട്ട് ഈ പുലിയുടെ ശല്യം ഈ പ്രദേശത്തുണ്ട്. നമ്പ്യാർകുന്ന്, ചീരാൽ, ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇന്നിപ്പോൾ ഞാൻ നമ്മളിതിന് തൊട്ട് മുന്നേ കാണിച്ച എപ്പിസോഡിൽ കണ്ടതാണ് കടുവ. അത് പഴൂർ ഭാഗത്താണ്. അവിടുന്ന് പിന്നെ ഒരു 2 കിലോമീറ്ററും കൂടെ വന്നാലുള്ള ഒരു പ്രദേശമാണ് ഇവിടെ പുലിയാണ്. അപ്പോൾ പുലിയും കടുവയും ആനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറി മാറി എല്ലാ പ്രദേശങ്ങളിലും ആളുകൾ ഭയങ്കരമായ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ഏതായാലും ഇപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.